കൊല്ലം ലോക്സഭാ മണ്ഡലം ഹാട്രിക് ജയം ലക്ഷ്യമിടുന്ന NK പ്രേമചന്ദ്രൻ എന്ന അതികായനെ വീഴ്ത്താൻ ഇക്കുറിയെങ്കിലും CPM-ന് കഴിയുമോ? കൊല്ലത്തെപ്പോര് RSP എന്ന പാർട്ടിക്കപ്പുറം വളർന്ന NK പ്രേമചന്ദ്രൻ എന്ന വ്യക്തിയുടെയും അയാളെ എന്ത് വില കൊടുത്തും വീഴ്ത്താൻ കിണഞ്ഞു ശ്രമിക്കുന്ന CPM എന്ന വലിയ പ്രസ്ഥാനത്തിലെയും അഭിമാന പോരാട്ടമാണ്. ജയം വെറും ജയവും തോൽവി വെറും തോൽവിയുമാകില്ല ഇരുപക്ഷത്തിനും. രണ്ടായിരത്തി 19 74.66% വോട്ട് രേഖപ്പെടുത്തിയതെങ്കിൽ ഇക്കുറി അത് 68.15% മാത്രമായിരുന്നു. കുത്തനെ കുറഞ്ഞത് 6.5% വോട്ട്. 60,000 മുതൽ 1,00,000 വരെ, ഒരുപക്ഷെ അതിലേറെ ഭൂരിപക്ഷം UDF ക്യാമ്പിന്റെ ഉറച്ച വിശ്വാസമാണത്. 2014 73.89% പോളിംഗ്. പ്രേമചന്ദ്രൻ ജയിച്ചത് 37,649 വോട്ടിന്. 2019 ഭൂരിപക്ഷം 1,48,856 വോട്ടായി. കഴിഞ്ഞ തവണത്തെ പോലെ എല്ലാ മണ്ഡലങ്ങളിലും മുന്നിലെത്തുമെന്ന് കണക്ക് കൂട്ടുന്നു UDF. കഴിഞ്ഞ തവണത്തെ പോലെ 4ഇടത്ത് 20,000-ലേറെയും 3ഇടത്ത് 10,000-ലേറെയും വോട്ടിന്റെ ലീഡാണ് UDF പ്രതീക്ഷിക്കുന്നത്. RSPയുടെ തട്ടകമായ ചവറയിലും ഇടത് സ്ഥാനാർത്ഥിയായ മുകേഷ് ജനപ്രതിനിധിയായ കൊല്ലത്തും ഇടത് MLA-യുള്ള ഇരവിപുരത്തും 20,000 വോട്ടിന്റെ ലീഡാണ് UDF പ്രതീക്ഷ. UDF MLA-യുള്ള കുണ്ടറയിലും ഇടതുപക്ഷ MLA-മാരുള്ള പുനലൂർ, ചടയമംഗലം, ചാത്തന്നൂർ എന്നീ മണ്ഡലങ്ങളിലും 10,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷവും UDF കണക്ക് കൂട്ടുന്നു. UDF വലിയ പ്രതീക്ഷ വെക്കുന്ന ചവറ, കുണ്ടറ, കൊല്ലം മണ്ഡലങ്ങളിലാണ് ഇത്തവണ കൂടുതൽ പോളിംഗ് നടന്നത്. NK പ്രേമചന്ദ്രന്റെ വ്യക്തിപ്രഭാവം, പ്രചാരണ രീതി, സർക്കാർ വിരുദ്ധ വികാരം ഇവയെല്ലാം വോട്ടായി മാറുമെന്ന കണക്കുകൂട്ടലിലാണ് UDF ക്യാമ്പ്. CPI വോട്ടുകൾ മുഴുവൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് കിട്ടിയില്ല എന്നും അവകാശവാദമുണ്ട്. മുസ്ലിം വോട്ടുകൾ കൈവിടുമോ എന്ന ആശങ്കയ്ക്കിടയിൽ SDPI പിന്തുണയും പ്രചാരണവും ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. UDF ശക്തി കേന്ദ്രങ്ങളിലാണ് കൂടുതൽ വോട്ട് പോൾ ചെയ്യപ്പെട്ടതെന്ന് നേതാക്കൾ പറയുന്നു. പക്ഷേ വോട്ടെടുപ്പിന് ശേഷം ചേർന്ന UDF അവലോകന യോഗത്തിൽ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പാളിയെന്നാണ് വിമർശനമുയർന്നത്. പുതുതായി DCC ഭാരവാഹികളായ യുവ നേതാക്കളാണ് ഇക്കാര്യം ഉന്നയിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും പരാജയപ്പെട്ടെന്നും DCC ഭാരവാഹികൾക്ക് ചുമതല നിശ്ചയിച്ചു നൽകിയില്ലെന്നും പരാതിയുണ്ടായി. LDF UDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ വലിയ വ്യത്യാസമുണ്ടായിരുന്നുവെന്ന് RSP നേതാവ് AA അസീസും വിമർശനമുയർത്തി. പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ രംഗത്ത് UDF പ്രാതിനിധ്യമില്ലാത്തത് തിരിച്ചടിയായെന്ന് വിമർശിച്ചത് മുതിർന്ന കോൺഗ്രസ് നേതാവ് KC രാജനാണ്. കൊല്ലം സീറ്റ് ലക്ഷ്യമിടുന്ന കോൺഗ്രസ് നേതാക്കൾ തന്നെ പ്രേമചന്ദ്രനെ കാലുവാരുമെന്ന പ്രചാരണത്തിന് ആക്കം കൂട്ടുന്നതായി ഈ വിമർശനങ്ങൾ. കൊല്ലത്ത് ഭൂരിപക്ഷം കുറഞ്ഞാലോ പ്രേമചന്ദ്രൻ തോറ്റാലോ UDF-ൽ പൊട്ടിത്തെറി ഉണ്ടാവുക ഒരുപക്ഷേ കോൺഗ്രസിൽ ചിലരുടെ മെല്ലപ്പോക്കിനെ ചൊല്ലിയാകും. അതേസമയം AICC-യുടെ ഇടപെടൽ കാര്യക്ഷമമായിരുന്നുവെന്നാണ് പ്രേമചന്ദ്രന്റെ പ്രതികരണം. സംസ്ഥാനത്ത് 12 സീറ്റുകൾ ജയിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. അതിൽ പക്ഷേ കൊല്ലം ഇല്ല. മികച്ച പോരാട്ടം നടന്ന മണ്ഡലങ്ങളുടെ കൂട്ടത്തിലും കൊല്ലത്തെ പരാമർശിക്കുന്നില്ല. പക്ഷേ ജില്ലയിലെ നേതാക്കളും സ്ഥാനാർത്ഥി മുകേഷും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. 30,000 വോട്ട് വരെ ഭൂരിപക്ഷമാണ് മുകേഷിന് ജില്ലാ നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. CPI-യുടെ കോട്ടയായ ചടയമംഗലം, പുനലൂർ, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ ലീഡ് നേടുമെന്നാണ് ഇടത് ക്യാമ്പിന്റെ വിലയിരുത്തൽ. ഈഴവ വോട്ടുകൾ തുണയ്ക്കും. പ്രേമചന്ദ്രനെതിരെ തുടക്കം മുതൽ പ്രയോഗിച്ച മോദി BJP ചായ്വും ഫലം ചെയ്യുമെന്ന പ്രതീക്ഷയുണ്ട്. മുസ്ലിം വോട്ടുകളിൽ ഇത്തവണ വലിയ തോതിലുള്ള ഒഴുക്കും CPM പ്രതീക്ഷിക്കുന്നു. AP വിഭാഗം സമസ്ത വോട്ടുകൾ ഇക്കുറിയും ഇടതിന് ലഭിച്ചിട്ടുണ്ടാകും. കഴിഞ്ഞ തവണ UDF ഭൂരിപക്ഷം കുറയ്ക്കാനായ ചടയമംഗലം, പുനലൂർ, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ മൃഗീയ ഭൂരിപക്ഷമുണ്ടായാൽ അട്ടിമറി സാധ്യമാകും. ഈഴവ വോട്ടുകളുടെ ഏകീകരണം ഇടതുപക്ഷം പ്രതീക്ഷിച്ചെങ്കിലും ജാതി നോക്കിയല്ല പൊളിറ്റിക്കൽ വോട്ടാണ് ഈഴവരുടേതെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം അതിനൽപ്പം മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. പ്രേമചന്ദ്രൻ എന്ന കരുത്തനെതിരെ എണ്ണയിട്ട യന്ത്രം പോലെ CPM സംവിധാനങ്ങൾ പ്രവർത്തിച്ചു. ആശാവർക്കർമാർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങി ഓരോ ചെറു ഗ്രൂപ്പുകളുടെയും യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്നതിൽ LDF ശ്രദ്ധിച്ചു. ഇതാണ് അവർക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളിൽ ഒന്ന്. കൊല്ലത്തെ താരപ്പോരിന് കൂടുതൽ പകിട്ടേക്ക് നടൻ G കൃഷ്ണകുമാർ BJP സ്ഥാനാർത്ഥിയായി എത്തിയത് ഏറെ വൈകിയാണ്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുണ്ടായ കാലതാമസം മണ്ഡലത്തിൽ പ്രേമചന്ദ്രന് വോട്ടുമറിക്കാൻ വേണ്ടിയെന്ന ആരോപണം ശക്തമായിരുന്നു. വൈകിയെത്തിയെങ്കിലും പ്രചാരണത്തിൽ സജീവമായ BJP സ്ഥാനാർത്ഥിക്ക് പക്ഷേ പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കമാണ് വെല്ലുവിളി. 2.5 ലക്ഷത്തിലധികം വോട്ട് നേടാനാകുമെന്നാണ് കണക്ക് കൂട്ടുന്നതെങ്കിലും ജില്ലാ നേതാക്കളും സ്ഥാനാർത്ഥിയും തമ്മിൽ പോരൊടുങ്ങാത്തതിനാൽ BJP വോട്ടുകൾ എത്ര കണ്ടുയരുമെന്ന് കണ്ടറിയണം.
സ്ഥാനാർത്ഥിയുടെ കണ്ണിൽ പരിക്കേറ്റ സംഭവത്തിന് പിന്നിൽ BJP നേതാവ് തന്നെ പ്രതിയാക്കപ്പെട്ടത് വലിയ നാണക്കേടുണ്ടാക്കി. കഴിഞ്ഞ തവണ 1 ലക്ഷത്തിലേറെ വോട്ട് പിടിച്ച BJP 4% വോട്ടിന്റെ വർധനയാണ് ഉണ്ടാക്കിയത്. 2014 6.67% നിന്നും 10.67%-ആയാണ് BJPയുടെ വോട്ട് ഉയർന്നത്. സ്ഥാനാർത്ഥിയുടെ ശൈലി ജനങ്ങൾക്ക് ഇഷ്ടമായി എന്നത് വോട്ട് കൂടാൻ കാരണമാകുമെന്ന് നേതാക്കൾ പ്രതീക്ഷ വയ്ക്കുന്നു. ചാത്തന്നൂർ മണ്ഡലത്തിൽ ഒന്നാമതെത്തുമെന്നും മറ്റേതെങ്കിലും മണ്ഡലത്തിൽ 2ാം സ്ഥാനവുമാണ് BJP കണക്ക് കൂട്ടുന്നത്. കൊല്ലത്ത് അന്തിമ കണക്കെടുപ്പിൽ മുൻതൂക്കം NK പ്രേമചന്ദ്രന് തന്നെയാണ്. വിജയമുറപ്പെന്ന് വിലയിരുത്തിയ മണ്ഡലങ്ങളിൽ CPM കൊല്ലത്തെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് തന്നെ പ്രധാന കാരണം. പടലപ്പിണക്കത്തിനാൽ BJPയിലെ ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ UDFിലേക്ക് ചാഞ്ഞേക്കാമെന്നും വിലയിരുത്തലുണ്ട്. പക്ഷേ ഇതെല്ലാം മറികടന്ന് മുകേഷ് അട്ടിമറി ജയം നേടിയാൽ അത് ഒരു പതിറ്റാണ്ടായി CPMനെ നീറ്റുന്ന അപമാനത്തിന്റെ തിരുത്തിയെഴുത്താകും. UDFിൽ മറ്റൊരു പൊട്ടിത്തെറിക്കും അത് വഴി തുറക്കും.